എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, രാവിലെ അച്ഛൻ കക്ക വരാൻ പോയല്ലോ. അപ്പോൾ രാവിലെ കാപ്പി കൊണ്ടുപോയില്ല. അച്ഛൻ രാവിലെ അവിടെ നിന്ന് വിളിക്കുന്ന കേട്ടോ, കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്ത്രീക്കൂട്ടും കൂടെ കാപ്പി കൊണ്ടുപോയി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മളിവിടെ നല്ല ചൂടാണ് കേട്ടോ. രാത്രിയൊക്കെ ഉറങ്ങാനായിട്ട് ഒരുപാട് താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് താമസിച്ചാൽ എണീറ്റില്ല. ലിജി എണീറ്റില്ല കേട്ടോ. ലിജിനെ എണീറ്റ് ഉറന്നു കിടക്കുക. അപ്പോൾ ഞാൻ കരുതി എണീറ്റ് കുളിക്കാനായിട്ട് പോകുമ്പോൾ എണീറ്റ് അതെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ. ഇതിക്കൂടെ വേടാ. അപ്പോൾ കുളിക്കാനായിട്ട് റെഡിയാകെ പോകുമ്പോൾ എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ അതാണ് വിശേഷം. ശ്രീകുട്ടൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശം എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കാണല്ലോ. അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ ബാക്കിൽ അടിപൊളി സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളെന്ന് വെച്ചാൽ അവിടെയൊക്കെ വെള്ളം കയറുന്ന കാരണം ആൾക്കാരൊക്കെ ഇട്ടിട്ട് വീടൊക്കെ ഇട്ടിട്ട് പോകുന്ന സ്ഥലങ്ങൾ, ഒഴിവാക്കി പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ആ ഭാഗത്തേക്ക് നിങ്ങളെ കാണിച്ചു കിട്ടില്ല, ആ ഭാഗം എങ്ങനെയാണെന്നുള്ളത്. എനിക്കൊന്ന് ഒരു വീഡിയോയിൽ എന്തോ ജസ്റ്റ് അവിടെ ഒരു റിസോർട്ടുണ്ട്, അപ്പോൾ അവിടെ പോയപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത് ഒന്ന് കറങ്ങിയിട്ട് അവിടുന്ന് സൂര്യൻ്റെ നല്ല പ്രകാശം ഇങ്ങനെ അടിക്കുന്ന കാരണം നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബാടാ നാളെ റോഡിലൂടെ ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് റൈറ്റിലേക്ക് താഴേക്ക് ഒരു വഴിയുണ്ട്. അവിടെ ബെൽഫാം എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ ഇരിക്കുന്ന ഞാൻ ചില വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. നേരെ റെയിൽവേ ട്രാക്ക് കയറിയ ക്രോസ് ചെയ്ത് ഇറങ്ങുക. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ അച്ഛൻ കിടപ്പുണ്ട്. രാവിലെ പോയതാണ് കക്ക വരാൻ. അച്ഛൻ്റെ കൂടെ വേറൊരു ചാച്ചനോട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടും കൂടെ കാപ്പി പിടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുക. അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പന്മാർ രാത്രി എടുത്ത് അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ച് കളിച്ചിട്ട് ചാർജ് തീർന്നു പോയി. അപ്പോൾ അച്ഛനോട് നല്ല ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അമ്മ എന്തായാലും എന്നോട് പറഞ്ഞു പോയിട്ടില്ല, അല്ലെങ്കിൽ ആ വഴക്കെല്ലാം അമ്മയ്ക്ക് കിട്ടും. ഇവന്മാർ ഫോൺ എടുത്ത് കളിച്ചിട്ട്. ഇവന്മാരുടെ അച്ഛൻ ഫോൺ ചോദിച്ചാൽ രാത്രി, എന്നിട്ട് കൊടുത്തില്ല ഇവന്മാർ. അതുകൊണ്ട് അച്ഛന് സമയം അറിയാൻ വയ്യാണ്ട് 4 മണിക്കൊക്കെ അച്ഛൻ എണീറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാട്ടോ. വാടാ. ജിക്കൊച്ച് വീട്ടിൽ നല്ല ഉറക്കമല്ല, കിടക്കുവാണേ. കിടക്കുക. ഞാൻ ചെന്നിട്ട് നേരെ കുളിപ്പിക്കാനോ എന്നിട്ട്. ഇന്ന് നമ്മുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമാണ്. രാവിലെ എന്തായാലും കുറച്ച് നേരമായിട്ട് പാട്ടൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല, നല്ല സൗണ്ടായിരിക്കും കേട്ടോ. അമ്പലത്തിൽ ഉത്സവം. അപ്പം ഞാൻ ജസ്റ്റ് വഴിയെ കാണിച്ചുതരാം, പോകുന്ന വഴി. ഒന്ന് അനങ്ങി വാടേ. പാൻറ് മിക്കറൊക്കെ പിടിച്ചിട്ട് അതിനുള്ള കാപ്പി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വാ ചേച്ച, വഴക്കാവുന്നതിന്. പിന്നെ എവിടാ? എസ്സോളല്ല, ഇവിടെ ഓടിയോ. ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് മറ്റേ സാധനമല്ലേ, നമ്മുടെ നാട്ടിലും പിടിക്കും. ഇപ്പോൾ പൊമാഗ്രാനേറ്റ്സ്, മാതള നാരങ്ങ, അത് പുളിച്ചിരിക്കുന്ന കേട്ടോ. പക്ഷെ അതിൻ്റെ വളർച്ച വലുതായിട്ടായിട്ടില്ല. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ വീടാണ് കേട്ടോ. ഒരു വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അവരിവിടെ വീട് വിട്ടിട്ട് വേറെ അപ്പുറത്തോട്ട് വേറെ വീട് വെച്ച്. ഇപ്പോഴും ഇവിടെ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം ഇറങ്ങി കളിക്കുന്ന തോടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ തോടൊക്കെ ഉണ്ടോ. ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് ആ ഭാഗത്ത് ആണ്ടേ. ഈ റോഡ് നേരെ അതെ നമ്മുടെ റെയിൽവേ ട്രാക്കിലെത്തി കേട്ടോ. ബെൽഫാം റിസോർട്ട്. ബാടേ നിക്കറ എന്തോ ഇത് കുത്തി വെക്കാത്ത. ഇവിടെ കയറുമ്പം അച്ചാച്ചനെ കാണാൻ പറ്റും എന്നാ പറഞ്ഞേ. ഇവിടെ കയറുമ്പം കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. ഇന്നോട്ടോ. ആ അണിയാ. ആണോ? അവിടെ ആ ഇതാണ് കേട്ടോ ആ റിസോർട്ട്. അതേ കിടക്കുന്ന അച്ഛൻ. നടക്കുന്ന അക്ക. വേണ്ട കൊണ്ടുകൊടുക്ക്. എന്തോ ആ കയറി. ഓ പട്ടി മറിക്കല്ലേ. ഓ മറിച്ച് ചെല്ലി ചെല്ലി.
കുലുക്കാറുണ്ട്. ആ എവിടാ അത്? ആ ആ ആ ആ കക്ക എവിടെ ഇരിക്കുന്നത്? എവിടെ അച്ഛൻ വാരി വെച്ചേക്കുന്നത്? എവിടെ വാരി വെച്ചേക്കുന്നത്? ഈ ഇരിക്കുന്നതാണോ? അതാണോ? ഞാൻ വരാം. നമുക്കെന്തിനാ വേണ്ട. ആ ഞാൻ എടുത്തോളാം. നീ വരാൻ പോണോ? ഇവിടെയാണോ വരുന്നത്? ഈ തോട്ടിലോ? ഇവിടെ നല്ല ആഴമൊന്നുമില്ല കേട്ടോ ഈ തോട്ടിൽ. ഇതാണ് നമ്മുടെ ബെൽഫാം റിസോർട്ട്. ഒരു ദിവസം ഇവിടെ നമുക്ക് കുളിക്കാൻ വരാൻ വിശ്വസിക്കട്ടാ കേട്ടോ. ആ ഇതാണോ? ഞാൻ ഇവിടെ ഇല്ലല്ലോ, കോഴിക്കോടാ. ആ എവിടെ പോണ? ആ എവിടെ പോന്നെ? ആ നമ്മുടെ കുട്ടാടനാണ് കേട്ടോ, നമ്മുടെ അയൽവാസി സുഹൃത്തൊക്കെ, നമ്മുടെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ. എന്താ വെച്ചാ കരിമീൻ വളർത്തണോ ഇത്? ഇത്തിനാ? ആ അപ്പോൾ അണ്ണാ നമ്മുടെ റിസോർട്ടിലേക്ക് പോട്ടോ മീൻ കോരാനായിട്ട്, വല എന്തോ എടുക്കാനായിട്ട്. നമ്മുടെ മെൻഡറായിരുന്നു നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ. നമ്മളെ ഇങ്ങനെ എല്ലാവരും അതാണ് ദേവൻ. നീ എടുക്കാറില്ലല്ലോ അച്ചാച്ചൻ്റെ ഫോണ്? എടുക്കത്തേ ഇല്ല. ആ ഞാൻ ഫോണിൽ ഞാൻ ഇട് കുത്തിയിടാ കൊണ്ടുപോയി. മേടിച്ചോടാ ഫോൺ മേടിച്ചോ, അതുകൊണ്ട് കുത്തിയിടാം. താക്കോലും മേടിച്ചോ. ആ നിക്കർ കീറിയ നിക്കറാണോ? അപ്പൊ ഈ റെയിൽവേ ട്രാക്ക് സമയം എത്രയാ നോക്കട്ടെ. ട്രാക്ക് നേരെ അങ്ങോട്ടേക്ക് തിരുവനന്തപുരമാണ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്ക് നേരെ പോകണേ എറണാകുളം കേട്ടോ. ഇപ്പോൾ എറണാകുളത്തേക്കുള്ള വണ്ടി വരും 8:30 ആകുമ്പോൾ. ഇവിടുന്ന് 35 രൂപ എടുത്ത് എറണാകുളത്ത് ഇറങ്ങാം. ഏകദേശം 12:30 ആകുമ്പോൾ എറണാകുളത്ത് ചെല്ലും. അതെന്ന് വെച്ചാൽ നേരെ തിരുവനന്തപുരം. ഇപ്പോൾ 7:40 ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് ട്രെയിനില്ല. 9 മണിയാകുമ്പോൾ കൊല്ലത്തേക്ക് ഇറങ്ങാനുള്ള ട്രെയിൻ വരും. ട്രെയിൻ കുറേ പാസ് ചെയ്യും, നമുക്കുള്ള ട്രെയിൻ കേട്ടോ. നമ്മൾ പാസഞ്ചറോ അല്ലെങ്കിൽ 2-3 ട്രെയിൻ വേറെ നിർത്തുള്ളൂ. ഒരു പാലരുവി എക്സ്പ്രസ്സും ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും നമ്മളിവിടെ നിർത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിസോർട്ടിൻ്റെ ബോർഡാണ് കേട്ടത്. ഈ റെയിൽവേ ട്രാക്ക് കാണുമ്പോൾ ഇതൊരു ഒറ്റ നടന്നാൽ നമുക്ക് നേരെ എറണാകുളം എത്താം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കക്ക എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ, വീട്ടിലോട്ട് ഷാവുപ്പാപ്പിന് കൊടുക്കാനുള്ള കക്ക. അടുത്ത ട്രിപ്പ് കക്ക വരാനായിട്ട് പോട്ടെ. ഇവിടെ ഒന്നും വലിയ ആഴമില്ല, നമ്മുടെ കഴുത്തിലൊപ്പം വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് തട്ടി കളഞ്ഞോ? അച്ഛനടുത്ത കക്ക വരാൻ വേണ്ടി പോയേക്കോട്ടെ. അച്ഛൻ ഇന്ന് നല്ല സെയിൽ കിടക്കുന്ന ദിവസമാണ്. കാരണം അമ്പലത്തിൽ ഉത്സവമായിട്ട് ഇന്നലെ നല്ല കക്കയുടെ സെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെയിൽ എന്ന് വെച്ചാൽ ഒരു 10-700 രൂപയുടെ കക്കയൊക്കെ വെക്കും, 700 രൂപയൊക്കെ വെക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ആ കൊട്ടയ്ക്ക് ഇങ്ങനെ മാറണം, അതേ ഉള്ളൂ. കൂട്ടാ. അപ്പോൾ ഞങ്ങളെന്താ കരുതിയിട്ട് നമ്മുടെ കക്ക അവിടെ ചാക്കിൽ അച്ഛൻ തന്ന കക്ക എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ അനിയൻ പാപ്പന് കൊടുക്കാനുള്ള കക്ക കേട്ടോ. പാപ്പന് ഇന്ന് ഏതോ ഗസ്റ്റുകളൊക്കെ ഉണ്ട്, പാപ്പന് കൊടുക്കാനുള്ള കക്ക. അപ്പോൾ അതെടുക്കാൻ പാപ്പ ഒരു 10-15 മിനിറ്റിനുള്ളിൽ വരും. അപ്പോൾ വരുമ്പം ഇവിടെ കാണാൻ വെച്ചിട്ടോ ഇനി ആരും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. എന്നാലും നമ്മൾ സാധനം ഇവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാലേ പാപ്പൻ ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മുടെ വണ്ടി കഴിഞ്ഞാൽ ദൂരെ ഇരിക്കും. അച്ഛൻ പോയപ്പോൾ അപ്പുറത്ത് അങ്ങൊരു സ്ഥലത്ത് നിന്നാണ് വള്ളത്തിൽ പോണേ. അപ്പോൾ അവിടെ ഇരിക്കുക അച്ഛൻ്റെ ബൈക്ക്. അല്ലാതെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കണം. പിന്നെ അച്ഛന് ഉച്ചയാകുമ്പോഴത്തേന് വരാനേ പാടാം. ഉച്ചയല്ല ഇപ്പോൾ വരും അച്ഛനെ. ഇന്നിപ്പോൾ നേരത്തെ പോയതുകൊണ്ട് നേരത്തെ കയറി വരും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഞങ്ങളെന്തായിരുന്നു ഈ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാതിരുന്നു. ഇല്ലേ ശ്രീകുട്ട? അവിടുത്തെ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത്. ഇവിടെ നമ്മുടെ തോട്ടിൽ ഓരോ മീനുകളൊക്കെ പോകുന്നുണ്ട്. ശ്രീകുട്ടി ഇവിടെ വന്ന് ചൂണ്ടയിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? നമുക്ക് ഒരു ഇവിടെ വന്നാലോ ചൂണ്ടയുടെ കരിമീനെ പിടിക്കാൻ, അല്ലേ?
കൊച്ചി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് എപ്പോഴും പറയാം കേട്ടോ. ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ താണ്ടി വരണം, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. ഇല്ലടാ, ഇതാണ് ബെൽഫാം റിസോർട്ട്. ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പ് റിസോർട്ടാണ് കേട്ടോ ഇവിടുത്തെ. ഇത് എറണാകുളം ഭാഗത്തുള്ള നമ്മുടെ അരൂർ ഭാഗത്താണ് ഇവരുടെ മെയിൻ കമ്പനി വരുന്നത്. ബെൽ ഫുഡ്സ് ഗ്രൂപ്പ് കൊച്ചി എന്നാണ് കേട്ടോ. ഇവർ കൊച്ചി ടീമാണ്. സംഭവിച്ചാൽ ഇവർക്ക് ഈ എക്സ്പോർട്ടിംഗ് ആണ് മീനിൻ്റെയൊക്കെ. പിന്നെ ഇവർക്ക് ഈ റിസോർട്ട് ഫാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വാഗമണൊക്കെ ഉണ്ട്. അവർക്ക് ഫാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓണറായാലും നമ്മളെ വിളിച്ചിട്ട് ഒരു ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നെ രുചിയെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അനുമോദനം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കൃത്യമായിട്ട് അവരെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് നമ്മളിങ്ങനെ അപ്പോൾ നമ്മുടെ അടുത്തുകൂടെ ട്രെയിൻ പാസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിരിക്കുന്നത് തൊട്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്, നാട് വരുന്നുണ്ട്. ഞങ്ങൾ എണീറ്റ് മാറി എന്താന്ന് വെച്ചാലേ സംഭവം ട്രെയിനിൽ ഇപ്പോൾ ബയോ ടോയ്ലറ്റൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിട്ടൊക്കെ വെള്ളങ്ങളൊക്കെ തെറിച്ച് വീഴും കേട്ടോ. ഞങ്ങൾ പണ്ട് ബയോ ടോയ്ലറ്റ് അല്ല, നേരത്തെ ഇന്ത്യൻ ടോയ്ലറ്റ് അറിയാമല്ലോ, നേരെ ട്രാക്കിലേക്ക് വീഴുമായിരുന്നു കേട്ടോ ബാത്റൂമിലൊക്കെ പോകുമ്പം. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ ഞങ്ങൾ എഴുതിയിട്ട് ഓടി മാറും. കാരണം അല്ലെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റൊക്കെ തെറിച്ച് വീഴും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ട്രെയിൻ പോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലേ ശ്രീകുട്ടാ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത് ട്രെയിൻ ഇങ്ങനെ വരുന്നത്. പേടിയായി പോയോ? എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഇവിടെ കുറച്ച് വെള്ളം കുടിക്കണോ? നമുക്ക് ബെൽഫാമിൽ കയറി വെള്ളം മേടിച്ചാലോ കുടിക്കാൻ? ഏറത് ആ പൈപ്പ് പൊട്ടി പോണ്. പിന്നെ ഇല്ല, അവിടെ പോണില്ല, എയർ പോണില്ല. അത് ഈ പൈപ്പ് ലീക്കായി പോണ്. ഓ അതാണോ ചോദിച്ചേ? അത് ഏത് പൈപ്പാ? ഓ അങ്ങോട്ട് വെള്ളം കിട്ടത്തില്ല? ഇവിടെ പോയണ്ടാണോ? ആ ഇവിടം വരെ വെള്ളം ഉണ്ട്. ആ വെള്ളം തൊഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ വെള്ളം ബെൽഫാം അടച്ചിട്ടേക്കുന്നു. ഒരു വെള്ളം മേടിച്ചായോ? ഈ അമ്മ എപ്പത്തേ അവരവിടെ ഭാഗത്ത് നമുക്കിടയ്ക്ക് ഇട്ടാറുടെ പണി പോലെ തന്നെ കേട്ടോ. ഇടയ്ക്ക് വെള്ളം വരത്തില്ല ആ ഭാഗത്തേക്കൊക്കെ. അപ്പം ഇവിടം വരെ വെള്ളമുണ്ട്. എവിടം വരെ വെള്ളം ഉണ്ടെന്ന് നോക്കാനാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടി കിടക്കുന്ന കാരണം ഇവിടം വരെ വെള്ളം വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ആ വീടിൻ്റെ ഭാഗത്തേക്ക് വെള്ളം ചെല്ലുന്നില്ല. അമ്മ ബാക്കിലേക്ക് വെള്ളം തുഴഞ്ഞു കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടില്ല, ബിനു എന്ന് പറഞ്ഞാൽ ആണെൻ്റെ അമ്മയാണ് കേട്ടോ. അത് അച്ഛൻ നേരത്തെ ഫോൺ മേടിച്ച് വിളിച്ച ബിനു ആണെൻ്റെ അമ്മ കേട്ടോ. വെള്ളം ചോദിക്കണോ? അപ്പോട്ടെ അങ്ങോട്ട് ഈ പാലം കണ്ട് നൈസ്. ആദ്യമായിട്ടാണോ ബെൽഫാമിൽ വരുന്നത്? ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് നോക്കാം. അല്ല വെള്ളം വീട്ടിൽ പോയി കുടിച്ചാൽ പോരെ? നോക്കാം ബോട്ടിൽ വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളം കുടിക്കാനായിട്ട് റിസോർട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടി വന്നേക്കട്ടോ. അപ്പോൾ ഇവരെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വരാമെന്നാണ് കാണിക്കാം. ബെൽ ഫുഡ് ഗ്രൂപ്പ്സ് കൊച്ചി ഡിവിഷൻ ബെൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് തോപ്പുംപടിയിലുണ്ട്. HG ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സെസ് കാക്കനാട് കൊച്ചി. സൺ ആഗ്രോ എക്സിം തോപ്പുംപടി കേട്ടോ. ഇവർക്ക് IT സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ. പ്രിപ്പയർ സോഫ്റ്റ്വെയർ ബെൽ ഞാൻ പറഞ്ഞില്ലേ, ന്യൂവോടെക് തോപ്പുംപടി. ടൂറിസം ബെൽഫാംസ് ആൻഡ് റിസോർട്ട്സ് മൺട്രയൽ കൊല്ലം. ബെൽഫാംസ് ആൻഡ് റിസോർട്ട്സ് പുള്ളിക്കാനം വാഗമൺ. പ്ലാന്റേഷൻ വരുന്ന ബെൽ പ്ലാന്റേഷൻ അവിട്ടത്തൂർ തൃശ്ശൂരിൽ പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളി സെറ്റപ്പാട്ടോ ഇവിടെ. ഇവിടെ വെള്ളമുണ്ടോ ചോദിച്ചാൽ പോയി. പിന്നെ ഇവിടെ ഉള്ള സംഭവം ഫാമിലി മീറ്റപ്പ്, സ്റ്റാഫ് ട്രിപ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് അവരുടെ അടിപൊളി അവിടെ ഒരു ലോഗോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് തന്നെ ഇവിടെ ഒരു വലിയ സൈൻ ബോർഡിൽ ചെയ്തിട്ടുണ്ട്, ബെൽഫാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് കേട്ടോ അവരുടെ
ഇത് വരുന്നത്. ഇങ്ങോട്ട് വേടാ, ഇവിടെ ആ ഭാഗത്തേക്ക് പ്രൈവറ്റ് റൂമുകളാണ് കേട്ടോ, ആ വഴിക്കൊക്കെ കാണുന്നത്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കൊല്ലത്ത് വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റിയാൽ നമുക്കൊക്കെ ഇങ്ങനെ ഫ്രീഡമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന റിസോർട്ടുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ എല്ലായിടത്തും ചെല്ലാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ആ സാറ് നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഞാൻ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, പിന്നെ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പെർമിഷൻ ചോദിക്കാൻ നിർത്തി. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പാലമുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നത് കണ്ടൽ ചെടിയാണ്. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതിന് മുന്നേ നമ്മുടെ ഇവിടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് സംഭവം. ഇവിടെ വെള്ളത്തിനകത്തൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഈ ഒരു ആംബിയൻസ് അവരിങ്ങനെ ചെയ്ത് വെച്ചേക്കുക, ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ കക്ക മേടിക്കാൻ വന്ന സ്ഥലം ഏതാണെന്നുണ്ടോ, അച്ഛന് കാപ്പി കൊടുക്കാനായിട്ട് വന്ന സ്ഥലമാണ്. ഇവരുടെ സിൻസ് 1968 മുതൽ ഇവർക്ക് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും വിളിച്ചു നോക്കടാ. സൗഹൃദത്തിൻ്റെ ജില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തത്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് വെച്ചേക്കും കേട്ടോ. ഇനി ഈ ഭാഗത്തൊക്കെ എന്താ സെറ്റപ്പ് ഉണ്ട്, പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി സെറ്റപ്പാണ്. എഞ്ചിത്തണ്ണാ കരിമീനോ? ഇവിടെ മീനുകളെ വളർത്തിയേക്കോ, സിലോപ്പിയും കരിമീനും ഒക്കെയാണ് കേട്ടോ കൂടുതലും. അതെ, ഇതിങ്ങനെ ഇട്ട് വളർത്തിയേക്കോ അവർ. കരിമീനൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കൊള്ളാം. ഇതിലടിയിൽ ഫുള്ള് മീൻ നിൽക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയാമേ. ആ ഭാഗത്തൊക്കെ മീനുകളെ വളർത്തിയിട്ടേക്കോ കേട്ടോ. ഇതൊക്കെ തോടുകളായിരുന്നു, അതിനകത്ത് ഈ സെറ്റപ്പ് ആക്കിയതാണ്. ഇത് റിസോർട്ടിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കേട്ടോ. ഇപ്പോൾ പ്രൈവറ്റായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് അങ്ങോട്ട്, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത് ഇവിടെ ചെറിയൊരു ട്രീ ഹട്ട് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു ട്രീ ഹൗസ് പോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ പിടിച്ച് കയറാം. ഇവിടെ കൂടെ ഒക്കെ പണ്ട് തോടായിരുന്നു കേട്ടോ. ആരത്? ഇവിടെ പൂളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൂളിൽ പോയിട്ടാ. മീനുകൾ അവിടെ വന്നിട്ടുണ്ട്. ശ്രീകുട്ട മിണ്ടല്ലേ, അനങ്ങല്ലേ. മീനുകളെല്ലാം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ പരിപാടികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ. കണ്ടല്ലേ, ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഇവിടെ ഉള്ളിലുള്ള സെറ്റപ്പ് കേട്ടോ. ഇനി ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുക. ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. സലുവേണ്ട, ഇവിടെ റെസ്റ്റോറൻറ്റ് ആളില്ലേ? ആണോ? ഒരു വെള്ളം മേടിക്കാനായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. ഇത് നമ്മളെ അറിയുന്ന ആണൻ്റെ മോനിപ്പോൾ അതുവഴി പോയിരുന്നു കേട്ടോ. ഇതാണ് പൂള്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് തകർക്കാൻ പറ്റിയ ഒരു കിടിലെ പൂള് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല ശ്രീകുട്ട, ഒരു ദിവസം വരണം കേട്ടോ ഇവിടെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി. അത്യാവശ്യം ആഴമുള്ള ഒരു കിടിലൻ പൂളാണ് കേട്ടോ, കളിക്കാൻ പറ്റിയ അടിപൊളി പൂളും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജെൻസിനും ലേഡീസിനൊക്കെ ഉണ്ട് സെപ്പറേറ്റ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അവരൊരു പേര് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കാണുന്നത് സാധാരണ നാച്ചുറൽ പോണ്ടുകളാണ്, കുളങ്ങളാണ് കേട്ടോ ആ ഭാഗത്തേക്കുള്ളത്. അവിടെയൊക്കെ മീൻ വളർത്തും കാര്യങ്ങളൊക്കെ. ഇവിടെ അച്ഛൻ തോടുന്നൊക്കെ വരുന്നു. നമ്മൾ കറങ്ങി വിടാതെ അച്ഛൻ തോടെ വന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത വെച്ചാണ് എല്ലാവർക്കും വന്ന് കാണാൻ. ഞാനിപ്പോൾ ചോദിച്ചില്ല, ഞാൻ പെർമിഷൻ ചോദിക്കാതെ വന്നെങ്കിലും ഞാൻ പിന്നെ അച്ഛൻ്റെ അവിടെ കിടന്ന് കക്ക വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സ്ഥലങ്ങളാണ്, അറിയുന്ന സ്ഥലങ്ങളാണ്. ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വരുന്ന. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഇത്രയും എന്താ പറയുന്നത് യൂസർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കൊക്കെ വന്ന് കണ്ട് കുറച്ച് നേരം കണ്ട് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ ലിജിയായിട്ട് ഒരു ദിവസം വരണം. അപ്പോൾ ഇവിടെ ബോട്ടിലൊക്കെ കെട്ടി തൂക്കിയിട്ട് നിൽക്കുന്ന ഒരു മരം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു മരം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടലാണ് കേട്ടോ. കണ്ടലാണ്. ഞാൻ നേരത്തെ കുറച്ചുകൂടെ വൈഡായിട്ട് വീഡിയോ എടുക്കേണ്ടതായിരുന്നു തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാമായിരുന്നു. പിന്നെ ഈ പൂളിൻ്റെ കാര്യം, വെള്ളം തണുപ്പുണ്ടോ നോക്കട്ടെ. തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിലല്ലേ ശ്രീകുട്ടാ. നമുക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോയാലോ ഇതിലെ കൂടെ. അപ്പോൾ അതിന്
ഇവിടെയൊക്കെ മീനാട്ടോ, കരിമീനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇവിടെ മീനാട്ടോ, കരിമീൻ നിൽക്കുന്നുണ്ട്. കരിമീനും സിലോപ്പിയും അങ്ങനത്തെ മീനും കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടുതലും. പിന്നെ ഇത് PHP എന്ന് പേര് വെച്ചേക്കുന്നുണ്ട്. ഇനി എന്താ പ്രൈവറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ അറിയത്തില്ല. PHP എന്ന് എഴുതി വെച്ചേക്കുന്നത്. അവിടെ ഹൗസ് ബോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത് കയറും. ഇതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഏരിയ കേട്ടോ. ഇത് ആൾക്കാർക്ക് റൂമൊക്കെ എടുക്കുന്നവർക്ക് ഒന്ന് ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ ചെറിയ ഹട്ട് പോലെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ ആ ഒരു പ്രൈവറ്റ് ഹട്ട് ഏരിയ. ഇവിടെ നമുക്ക് നൈറ്റിലൊക്കെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് വന്നിരിക്കാം. പിന്നെ വരുന്നൊരു മൊബൈലുകളൊക്കെ സൂക്ഷിക്കുക. വെള്ളത്തിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാം. പക്ഷേ വെള്ളത്തിൽ വീണ ഡാമേജ് ആവുന്ന ഫോണുകളൊക്കെ ആണെങ്കിൽ ചെറിയ പണി കിട്ടും. ഇല്ലേ ശരി കൂട്ടാ? അപ്പോൾ ഇത് അടിപൊളി സെറ്റപ്പ്. ഇതെന്തായാലും അതെ എന്തായാലും വീട്ടിൽ ചെന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ലിജാൻറ്റി എന്തായാലും അല്ലേ ഇത് കാണുമ്പോൾ എന്തായാലും ഇവിടെ വരണമെന്ന് പറയും. ഇവിടെ മീനുകളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കരിമീനും അതൊക്കെയാണ് കൂടുതലും, കരിമീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ സാധാരണ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. കണ്ട പെഡൽ ബോട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ട നമ്മുടെ വന്ദേ ഭാരത് ഇല്ലേ, വന്ദേ ഭാരതിൻ്റെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പം കറക്റ്റ് വന്ദേ ഭാരത് പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ തോന്നുന്നില്ല ശ്രീകുട്ട? അത് നല്ല ആലപ്പുഴ വഴി പോകുന്ന വന്ദേ ഭാരതിനെ പോലെ ഉണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ പുറകിൽ ഇപ്പോൾ അമ്പലത്തിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ പവറിൽ പറയണം കേട്ടോ ഞാൻ. അപ്പോൾ വാ ഇറങ്ങാം. ഇത് കണ്ടാലും തീരാത്തൊരു റിസോർട്ടാണ് കേട്ടോ. കണ്ടാലും തീരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടൻ്റെ പ്ലാനിൽ വന്നു കേട്ടോ. പിന്നെ ഇവിടെ അക്കരയ്ക്ക് നമ്മൾ പണ്ടൊക്കെ ചില ആറിൻ്റെ സൈഡിൽ നിന്നൊക്കെ കറങ്ങാനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെങ്ങാടം പോലെ സെറ്റപ്പില്ലേ, അതിവിടെ ഉണ്ട്. ഈ കരയിൽ നിന്ന് കരയിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെങ്ങാടം പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഗസ്റ്റ് ഇല്ല, പക്ഷേ എന്നാലും അവിടെ വേണം. അപ്പോൾ ഈ ഒരു ചങ്ങാടം ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ കരയിട്ടോ, അതായത് വന്ദേ ഭാരത് കിടക്കുന്ന കരയിലോട്ടോ. ഇത് ഒരുപാട് കര അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇത് തീരില്ല, അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് സംഭവമുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ആ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. എന്തായാലും വന്ന ദിവസം ബെൽഫാമിൻ്റെ വീഡിയോ വെള്ളം കുടിക്കാൻ പോകുന്നത് നമ്മൾ ബെൽഫാമിൻ്റെ നമ്മൾ പ്രമോഷനൊന്നും അല്ല. നമ്മുടെ നാട്ടിൽ വരുന്നവർക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ഈ റിസോർട്ടിൽ ബെൽഫാം റിസോർട്ടിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ളേ ഉള്ളൂ. അതാണ്. സലീമാണ് അങ്ങോട്ട് പോട്ടെ, അപ്പുറത്ത് നോക്കട്ടെ. സലീമാണ് കേട്ടോ, നമ്മൾ പണ്ട് പോലെ അറിയാം നമ്മുടെ അണ്ണ. നമ്മൾ രാവിലെ വന്നിട്ട് ഇതേ ഇവിടെ ഓരോരോ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാം നല്ല സെറ്റപ്പിലൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇനി ഇവിടെ ട്രീ ഹൗസ്, ഈ ട്രീ ഹൗസിൽ ഇതുവഴി ഇങ്ങനെ കയറാം കേട്ടോ. നമ്മൾ കയറുന്നില്ല. കയറിട്ടോ? കയറിട്ടോ, ഞാനിവിടെ വയ്ക്കാം. ഞാൻ വരുന്നില്ല, എനിക്ക് അതിനോട്ടേക്ക് കയറാൻ. സംഭവം കയറാത്ത കയറുന്നതല്ല, മുണ്ടെടുത്തേക്കോ. ഇതിനോണ്ടേക്ക് സെറ്റപ്പ് കൊള്ളാം കേട്ടോ. അടുത്ത ഡ്രൈവ് വരുന്നുണ്ട്, ഞാൻ അപ്പുറത്തേക്കാം. നമ്മുടെ വീൽ ചെയറൊക്കെ വന്നാലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഇവിടെ. പക്ഷെ ഇവിടെ വീൽ ചെയർ എടുത്ത് കയറ്റേണ്ടി വരും. നമുക്ക് പിന്നെ വഴികളൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ശ്രീകുട്ടത്തെ ഇവിടെ വന്നു ഈ ഭാഗത്ത്. ഇതിൻ്റെ പേര് മാംഗ്രൂവ് സ്കൈസ് കേട്ടോ, ഈ ഒരു ഹട്ടിൻ്റെ പേര്. നമുക്ക് ഇത് വഴി ഇതാര് കണ്ടലെടുത്ത്, നീ കണ്ടലെടുത്തിട്ട് ഒരു വെള്ളം തരാമോ? ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഒരു സ്പേസിലൊക്കെ അടിപൊളി സ്പേസാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ചെടികളുടെ ഇടയിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇത് ഹാങ്ങിങ് ആണ് കേട്ടോ. ഹാങ്ങിങ്ങും അല്ല, ഇത് മറ്റേ ഇതിനടിയിൽ മറ്റേ ഇതിട്ടിട്ട് കുത്തി നിർത്തിയേക്കും അല്ല കേട്ടോ. ഇതാണ് കയറുമ്പോൾ അതൊരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കണ്ട ഇതുപോലെ തന്നെ പണിഞ്ഞ് വിടിട്ടേക്കോ. പിന്നെ ഇവിടെ വേണ്ട ഊഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ, അതും ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. സംഭവം കൊള്ളാം. നമുക്ക് വെള്ളം കുടിക്കാൻ. അപ്പം
ഇതിൻ്റെ വിശദമായ വീഡിയോ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാട്ടോ. കക്ക എടുക്കാൻ ആൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. ആ ഇവിടെ ആളുണ്ട് കേട്ടോ. അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത് ഈ ഒരു റൂമിലായിരുന്നു. എന്താണ് വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? ആ ഇവിടെ ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം വീട് പോലെ റിസോർട്ടിനകത്ത് കയറി കിടക്കുക. അത് വെള്ളം തരണോ? ആ ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ പരിപാടികൾ ഫുൾ എടുത്ത്. ഇനി ഈ ഭാഗത്തേക്കേ ഉള്ളൂ. ഒരു പ്ലാനും ഇല്ല, രാവിലെ ഇറങ്ങിയതാ. ചുമ്മാ അച്ഛൻ ഇവിടെ ഇല്ല, കഴിച്ചില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഇല്ലില്ല കുഴപ്പമില്ല, ഐഫോണല്ലേ. ഒരു വെള്ളം എടുത്തോ. ഏതാ? ഞാൻ അച്ഛന് കാപ്പി എടുക്കാണ്ട് വന്നയാ. അപ്പൊ ഇവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഇഞ്ഞ് മതി. ആ വെള്ളം എടുത്തോ, വെള്ളം എടുത്തോ, ഒരു ഓപ്ഷൻ എടുത്തോ. താങ്ക് യു. അതാണ് കാര്യം. ഇനി കുറച്ച് അങ്ങോട്ട് പ്രൈവറ്റ് ഏരിയ ഇല്ലേ? അങ്ങോട്ട് ഉണ്ടല്ലേ? ഇല്ലില്ല, നമുക്ക് ഇനി കുറച്ച് ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കാണാം കേട്ടോ. ഇത് ലവേഴ്സ് കോർണറാണ്. ഇവിടെ അതെ കപ്പിൾസിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ചെറിയൊരു കോർണറും കാര്യങ്ങളും ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതെ സെറനിറ്റി സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ. പിന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാരംസും കാര്യങ്ങളും പിന്നെ പോസിറ്റീവ് വൈബ്. ഇവിടെ ഒരു സാധനം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വായിക്കാനായിട്ട്. ഇവിടെ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ്. ഇച്ചിരി വെള്ളം പൊട്ടിക്കടാ, വെള്ളം പൊട്ടിക്ക്. രഞ്ജി തന്നെ വന്നില്ലേ പൊട്ടിക്ക്? ആണോ? നിങ്ങൾ എവിടെയാണോ സ്റ്റേ? അപ്പോൾ ആ ഞങ്ങളെ അവിടെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് അല്ല, അത് സ്റ്റാഫാ. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ വന്നിട്ട് റിസോർട്ട് ഫുള്ള് നമ്മുടെ വീട് പോലെ കയറി കണ്ട് അവസാനമാണ് ഞങ്ങൾ ഇവിടെ ഉള്ളവരെ കണ്ടുവിട്ടത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലിജീനായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ മൊത്തം ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ട അത് എവിടെയെങ്കിലും വെച്ചേരാ, തിരിച്ചു പോകുമ്പോൾ എടുക്കാം. ഗസ്റ്റാണോ? അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇത് വാട്ടർ കോട്ടേജും കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് അപ്പം എന്താ പറയുക, അത് നമ്മുടെ ഗസ്റ്റാണോ ഇവിടുത്തെ? ആ ശരി ശരി. അപ്പോൾ രാവിലെ ഇവിടുത്തെ ബോട്ടിങ് കാര്യങ്ങൾ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും കേട്ടോ. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ വണ്ടർസത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുള്ള് അതിൻ്റെ ഒരു ഘടനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവർ ഈ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്ത് മീനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് അവിടെ വരെ എൻഡ് ചെയ്യുന്നത്? ആ ഇവിടം വരെ ഉള്ളല്ലേ? ആ വരുന്നുണ്ടല്ലേ? അതെല്ലാം പ്രോപ്പർട്ടി തന്നെ അല്ലേ? ഇതെല്ലാം കിടക്കുന്നില്ലേ? അപ്പോൾ ഈ ഭാഗത്ത് കണ്ട ഈ ശരി ഡ്രമ്മ് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാല ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ ഇത് ഓരോ ഡ്രമ്മ് ഇങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല രസം അതൊക്കെ. എന്ന് പറയുന്ന കണക്കാണ് നമ്മൾ നേരത്തെ ചെയ്യുന്ന സ്പോട്ട് അവിടെ ഉണ്ടോ ആ ഒരു സൈഡിലായിരുന്നു. ആ പൂളും കാര്യങ്ങളൊക്കെ വന്നൊരു സ്പോട്ട്. ഇതാണ് വാട്ടർ കോട്ട കേട്ടോ. വാട്ടർ വെള്ളത്തിന് മുകളിലുള്ള കോട്ടയും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് പരിചയമുണ്ട്, നമ്മളെ അറിയാം. അത് നമ്മളെ വന്നപ്പോഴേ തന്നെ. പിന്നെ അത് നമ്മളറിയുന്നവരാണ് കേട്ടോ, വള്ളം ഊന്നുന്നത് അതൊക്കെ. അല്ല ഈ റൂമിന് ഓരോന്നിനും ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ റൂമുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ റൂമൊന്ന് പരീക്ഷിച്ച് നോക്കാം, കണ്ടു നോക്കാം. ഇല്ലേ ശ്രീകുട്ട? റൂം എങ്ങനെ ഉണ്ടാവും നോക്കാം. അടിപൊളി വൈബായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല മക്കളാ, ഇത് കിട്ടില്ല വൈബ. നമ്മളീ കാണുന്നതാണ് കല്ല, ഒരു കിടില വൈബാണ് കേട്ടോ. ഓരോ റൂമിനും അത് കബനി, ഇത് മീനച്ചിലാറ്, പെരിയാറ്, പമ്പ. ആ ഇതാണല്ലേ റൂമ്. ആ സൂപ്പറാണല്ലോ. ആ ഈ തറയിൽ എന്ത് ചെയ്തേക്കുവാ? സ്പോഞ്ച് ചെയ്തേക്കോ? അതെന്തോ അതിന്റെ ഐഡിയ അങ്ങനെ? ഓ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നടക്കാൻ നല്ല സുഖമുണ്ട്. തിരുവനന്തപുരത്താണോ വീട്? ആ പരമ്പ് നേട്ടത് എനിക്ക് മനസ്സിലായി.
പരമെന്ന് വെച്ചാൽ നമ്മുടെ പായ, ഇവിടെ പായ. അതെ, അത് ഇതാണ് കേട്ടോ. ഒരു ടിൻ ബെഡാണോ, ഡബിൾ ബെഡ് വരുന്ന റൂമാണ്. 4 പേർക്ക് പറ്റിയേ, മക്കളും കപ്പിൾസ് ഫാമിലി ഫുള്ള് വരുന്ന റൂമാണ്. ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടോയ്ലറ്റ് ഭയങ്കര സ്പേഷ്യസ് ആണ്. ടോയ്ലറ്റ് ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശ്രീകുട്ടനെ കാണാൻ വന്ന് നമ്മൾ ഇവിടുത്തെ റൂമിൽ വരെ എത്തി. അടിപൊളി സെറ്റപ്പാണ് റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾ നമ്പറൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക ടൈം പോലെ നോക്കാം റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. 4 ഉണ്ടല്ലേ? വേറൊരു മോഡല്. ശരി. സെയിം റൂം തന്നെ. റൂം തന്നെ അതുപോലെ ഇവിടെ 4 റൂമായിട്ടോ വാട്ടർ കോട്ടേജ് വരുന്നത്. നല്ല സെറ്റപ്പ് റൂമായിട്ടോ. നല്ല ആംബിയൻസ്. രാവിലെ എഴുന്നേറ്റ് പിന്നെ ട്രെയിൻ പോകുന്നുണ്ടോ, നല്ലൊരു ട്രെയിനല്ല, എഞ്ചിൻ മാത്രമേ ഉള്ളൂ അത്. അപ്പം നമ്മൾ ജസ്റ്റ് ഗസ്റ്റാ അപ്പം ഇവിടെ ഒരുപാട് സ്പേസ് അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഇവിടെ മെയിനായിട്ട് എന്താ ഫ്രഷ് മീൻ കഴിക്കാം. എന്നുവെച്ചാൽ കായലിൽ അതേ ചുമ്മാ തീറ്റയൊന്നും കൊടുത്ത് വളർത്തുന്നതല്ല, കായലിലെ അതേ രീതിയിൽ സെറ്റപ്പ് ചെയ്തേക്കാം മീനല്ല അല്ലേ? ഇത് കരിമീനല്ല ഇവിടെ ഉണ്ട്. ഇതിൽ പിടിച്ചാണോ കൊടുക്കുന്നത്? അങ്ങനെയാണല്ലേ. ഞാൻ വിശദമായിട്ട് പിന്നെ ഒരു ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ ലിജിയായിട്ടൊരു ദിവസം വരാവേ കേട്ടോ. അതെ, സഞ്ചരിക്കാൻ പറ്റും. ഞാനതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പോയാലുണ്ടല്ലോ വീൽ ചെയർ പോകുന്നുള്ള നമ്മൾ സെറ്റപ്പ് ലവേഷണ അതാ നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെ ഇവിടെ 2 മുറിയുണ്ട്. അഷ്ടമുടി ആണല്ലേ, അഷ്ടമുടി കല്ലട എന്ന് പറഞ്ഞ 2 മുറിയുണ്ട് കേട്ടോ. ഇവിടെയും ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നല്ല ആംബിയൻസും കാര്യങ്ങളും കേട്ടോ. ഇത് ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. അത് ആസ്വദിക്കുന്നവർക്ക് പ്രത്യേക സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരുപാട് ചെടികൾ പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതുവഴി വീൽ ചെയറിൽ വരുന്നവർക്ക് സുഖമായിട്ട് പോകാം കേട്ടോ. ഞാനൊരു തവണ വീൽ ചെയറിൽ ഇവിടെ വന്നാൽ അതുകൊണ്ട് ശരിക്കും ചെല്ലാൻ പറ്റുന്നൊരു റിസോർട്ട് അങ്ങനെ സെറ്റപ്പ് വണ്ടർത്തിൽ ഇവിടെയാണ്. പിന്നെ ഇവിടെ എല്ലാം ഓരോരോ വെറൈറ്റി വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകൾ കേട്ടോ. കിങ് ഫിഷ്, ഇത് പേൾ സ്പോട്ട് എന്നാണ് ഈ റൂമിൻ്റെ പേര്. ഇതിൻ്റെ പേര് കിങ് ഫിഷ്. നമ്മുടെ നെയ്മീനും കരിമീനും ഉണ്ട് കേട്ടോ. 2 പേരുണ്ട്. ഇത് അഗ്നി, ഇത് നമ്മുടെ ബൊഗൈൻവില്ല അല്ലേ? ബൊഗൈൻവില്ല ഇപ്പോൾ ഫുള്ള് ട്രെൻഡിങ് ആണല്ലോ എല്ലായിടത്തും. നമ്മൾ പണ്ട് ഇതിനെ കടലാസ് ചെടി എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. സിനിമ ഇറങ്ങിയതിന് ശേഷം ബൊഗൈൻവില്ല ഇതിപ്പോൾ. അങ്ങനെ ഇതിന്റെ വേറെ വെറൈറ്റി ആണുള്ളത്. അടിപൊളി കളർ കേട്ടോ. ഇത് ഈ കളർ ഫസ്റ്റ് ടൈം കാണാം. ഇത് കൊള്ളാം ആണല്ലേ. നിങ്ങൾ തന്നെ ഇതിന്റെ എല്ലാം ഫുൾ. പിന്നെ ഇവിടെ കയാക്കിങ്, മെയിനായിട്ട് കയാക്കിങ് സ്പോട്ട് ഉണ്ട്. കയാക്കിങ് ഹാർബർ അത്യാവശ്യം ഇതിനകത്തൊക്കെ പോകാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മണിക്കൂറുകൾ പോയാലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ കായൽ സൈഡിലേക്കൊക്കെ പാടും. നിങ്ങൾ മറ്റേ വെള്ളത്തിൽ സർബത്ത കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അതിപ്പോഴുണ്ടോ? ഉണ്ടല്ലേ? അത് വേറെ സെറ്റപ്പ് ആട്ടോ. അതൊക്കെ ഇതെല്ലാം കോംപ്ലിമെന്റാ. അത് ഏത് റൂം എടുത്താലും കയാക്കിങ്, ബ്രേക്ക്ഫാസ്റ്റ്, പെഡൽ ബോട്ട്, പൂളും ഫ്രീ. ഓക്കെ. അതായത് കൊള്ളാം. സ്വിമ്മിംഗ് പൂള് എനിക്ക് എല്ലായിടത്തും ഫ്രീ ആയിരുന്നു. കയാക്കിംഗ് ഒക്കെ കോംപ്ലിമെന്റ് ഉണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യ. മിക്കടുത്തും ഉണ്ടോ അറിയാൻ വയ്യ. റേറ്റ് കൊടുക്കുന്നതല്ലേ? എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് വിശേഷം. പെഡൽ ബോട്ട് ഈ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്, പെഡൽ ബോട്ടും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു റിസോർട്ട് അല്ലെങ്കിൽ സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടെന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്താണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. ആണോ? പിന്നെ ഇവിടെ കുടിക്കാനായിട്ട് ഇവിടെ നല്ല അക്കാക്കാട്ടിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. മിനറൽ വാട്ടറല്ല, വെള്ളമൊക്കെ വെക്കാനായിട്ട് സെറ്റപ്പും കാര്യമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു ഹാളുണ്ട് കേട്ടോ. അത്യാവശ്യം 10-200 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നല്ല സ്പേഷ്യസ് ആയിട്ട് AC ആണ്. അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊല്ലത്തെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നല്ല ഫുഡും കാര്യങ്ങളും. പിന്നെ ഇതാണൊക്കെ ഒരു വ്യൂവിൽ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ സൈഡിലല്ലേ വന്ദേ ഭാരതിൻ്റെ വന്ദേ ഭാരത് ഈ സൈഡിലാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് വന്ദേ ഭാരതിൻ്റെ ജനലിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് വന്നിട്ടാണ് നമ്മുടെ ആ ഒരു കോൺഫറൻസ് ഹാൾ അല്ലേ? കോൺഫറൻസ് ഹാള്.
അപ്പം ശ്രീകുട്ട ഭയങ്കര ആഗ്രഹമായിരുന്നു ബെൽഫാമിൽ വന്ന് ഇത് കാണണം, അവിടെ നിന്നപ്പോഴേ പറയായിരുന്നു. ശ്രീകുട്ട അങ്ങനെ കണ്ടു കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്താ പരിപാടി? ഇനി ഞങ്ങൾ അവിടെ എല്ലാം കയറി കണ്ട് ഞാൻ ഒരു ദിവസം ലിജായിട്ട് വരാം കേട്ടോ. എനിക്കപ്പോൾ വീണ്ടും വീണ്ടും കാണാൻ എനിക്ക് ആ ഇതുണ്ടാവില്ല. ആണല്ലേ? ആണല്ലേ? ആ വീൽ ചെയർ വെച്ചല്ലേ? ചില ഫാമിലീസിൽ അമ്മച്ചിമാരൊക്കെ വരുമ്പോഴേ അവർ ചിലർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മറ്റേ ചൂല് കസാര കൊണ്ട് അമ്മേനെ കൊണ്ടുവന്ന് എടുത്തോണ്ട് വരുവായിരുന്നല്ലേ? വീൽ ചെയറിലിരുത്തി ഇവിടെ മൊത്തം കറക്റ്റ്. ഓ ശരി. അല്ല പിന്നെ അവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ നമ്മുടെ ഈ ഭാഗത്ത് ഈ വെള്ള ഒരു പില്ലർ അടിച്ചിട്ടുണ്ടല്ലോ റെയിൽവേക്കാര്, അതിന്റെ അവിടുത്തെ കുറച്ച് നികത്തി കഴിഞ്ഞാൽ വീൽ ചെയർ ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പുറത്ത് സെന്റർ വരെ കറക്റ്റായിട്ട് വരും. ബാക്കി ഇവിടെ ഒന്ന് ഇച്ചിരി ആ മെറ്റില് എടുത്തിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അടക്കി പിടിച്ച ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പൊക്കാൻ നിങ്ങൾ വീണ്ടും വരിക, നന്ദി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേഷൻ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, എവിടെയൊക്കെ പോകാമെന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം, ആ പൂളിൽ കുളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ മിക്കവാറും ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച, ഈ ആഴ്ച തന്നെ വരാൻ ഇല്ല ശ്രീകുട്ട? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പൂളിലേക്ക് കുളിച്ച് ഇല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് ദിവസം പോവാം എന്ന് കരുതുന്നു. ഞങ്ങളിന്ന് അച്ഛൻ ഇങ്ങോട്ട് കക്ക വരാൻ വന്നു കേട്ടോ. അതെ, അപ്പൊ അച്ഛൻ കക്ക ഞങ്ങളെ തന്നുവിടാൻ വേണ്ടി ഞങ്ങളവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോഴും ഇവന് വെള്ളം കുടിക്കണമെന്ന് തോന്നി അങ്ങനെ വന്ന്. അപ്പൊ ഓക്കെ ബ്രോ, താങ്ക് യു. എഴുതണം വരാൻ പറഞ്ഞേ കേട്ടാ. അപ്പൊ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ലിജിയായിട്ട് വരാം. ഇവിടെ ഇതൊന്നും കയറുന്നതിന് പാടില്ല, ഇതൊക്കെ ഈസിയായിട്ട് കയറും. നമ്മൾ അന്ന് എടുത്തോണ്ട് വന്നല്ലേ, പക്ഷെ ഇപ്പൊ എടുത്തോണ്ട് വരണ്ട. ഇത് ആ വീൽ ചെയറേ അങ്ങനെ വലിക്കുന്നൊരു വീൽ ചെയറാ, അപ്പൊ അത് ഈസി ആയിട്ട് കയറാൻ പറ്റും. കാണുമ്പോ അവിടെ മൊത്തം നിങ്ങൾ ചൂണ്ടിയിട്ടില്ലുണ്ടോ? എനിക്ക് ടൈം വന്നില്ല, ഇട്ട് കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞതേ വീൽ ചെയർ നമ്മളാ രണ്ട് വരണ്ട, അടിപൊളിയായിട്ട് വരും ഇപ്പൊ വീൽ ചെയർ. ആ നമുക്ക് ഇവിടെയും കൂടെ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ടേക്ക് ഒരു സംഭവം ചെയ്യാന്നുണ്ടെങ്കിൽ മെറ്റിൽ ഇവിടെ വീൽ ചെയർ ഇങ്ങനെ ഇറങ്ങി വരാൻ പാടല്ലേ? അവരടുത്തൊന്നും ചെയ്യാൻ പറയാം. റെയിൽവേക്കാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കുഴപ്പമുണ്ടല്ലേ? റെയിൽവേക്കാർ എന്തെങ്കിലും ചെയ്താൽ അവർ പണി തരും. പക്ഷെ എനിക്കൊരു തന്നെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈസി ആയിട്ട് ഇതിനകത്തൊക്കെ കറക്കും. എനിക്ക് കണ്ട സമയത്ത് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇതായിട്ടോ റിസോർട്ട് കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകട്ടോ. ലിജി അവിടെ തിരക്കിരിപ്പുണ്ടാവും. അങ്ങോട്ട് വരുവാണോ? ഞങ്ങളിവിടെ നിൽക്കുക. ഞങ്ങൾ ഓക്കെ ബൈ. ജോലി അടക്കട്ടെ രാവിലെ കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തന്നതിന് താങ്ക് യു. ഞങ്ങളെ കണ്ടത് അവസാന നിമിഷത്തിലാട്ടോ, പോകാറായപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ, ഞങ്ങൾ ഇറങ്ങാൻ തമ്മിലാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തെല്ലാം വന്നു കേട്ടോ അല്ലേ. അപ്പോൾ നമ്മുടെ കക്കാതായിപ്പോൾ ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ കക്കാതായിപ്പോൾ ആണോ? ആര് പറഞ്ഞു? അതാണെങ്കിൽ ബാപ്പനോട് ഉണ്ടാവണ്ടേ. നമ്മുടെ കക്ക ഇവിടെ ഇരിക്കട്ടെ. കക്ക മേടിക്കാൻ വന്ന് നമ്മൾ ആ റിസോർട്ടിൽ കയറി എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി റിസോർട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ കേട്ടോ. നമ്പറിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എത്ര പേരുണ്ട് അതിനെല്ലാം പറ്റിയ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളിനി നോക്കുന്നില്ല, ഈ ചാക്ക് പൊക്കിയിട്ട് തല വെച്ചോണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. പാപ്പനെ ഇതുവരെ ഒരുപാട് പേരായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും ആയിക്കുണ്ടാവും. അല്ലേ ശ്രീകുട്ടാ? വിശപ്പായിട്ടുണ്ട്. എന്നാൽ പിന്നെ ലിജി കൊച്ച് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ലിജിപ്പൻ അവിടെ നിന്ന് ഒരുപാട് നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഫോണിൻ്റെ ചാർജ് തീർന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബായ് പറയും. ബായ്.